Hello, welcome to Red Short Talks. സ്വാഗതം. ഇന്ന് ജൂലൈ 29 ചൊവ്വാഴ്ച. നമുക്ക് കിട്ടിയ നിഫ്റ്റി 50 വില വിശകലനവും വ്യാപാര തന്ത്രങ്ങളും എന്ന റിപ്പോർട്ട് അതൊന്ന് വിശദമായി നോക്കിയാലോ? തീർച്ചയായും. ഇന്നത്തെ നിഫ്റ്റി 50 എങ്ങനെയായിരുന്നു? പിന്നെ നാളേക്ക്, അതായത് ജൂലൈ 30 എന്തൊക്കെയാണ് ഈ റിപ്പോർട്ട് പ്രകാരം ശ്രദ്ധിക്കേണ്ടത്? സാധ്യതകൾ എന്തൊക്കെ? ഇതൊക്കെ മനസ്സിലാക്കലാണ് നമ്മുടെ ലക്ഷ്യം. ശരി. അപ്പോ ഇന്നത്തെ 15 മിനിറ്റ് ചാർട്ട് അതാണ് റിപ്പോർട്ടിൽ ആദ്യം പറയുന്നത്. ഏകദേശം 24,600 ലെവലിൽ നിന്ന് നല്ലൊരു തിരിച്ചുവരവ്, ഒരു വി ഷേപ്പ് റിക്കവറി എന്നാണ് പറയുന്നത്. ഓഹോ, വി ഷേപ്പ് റിക്കവറി. അതെ, പെട്ടെന്ന് താഴോട്ട് പോയി അതുപോലെ തന്നെ തിരിച്ചു കയറി. ഇപ്പൊ വില ഏകദേശം 24,830 നിൽക്കുന്നത്. നല്ല ബുള്ളിഷ് കാൻഡിലുകളും വോളിയുമൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള കാൻഡിൽസും വോളിയം സപ്പോർട്ടും കാണുന്നുണ്ട്. ശരിയാണ്. ഈ റിക്കവറി അത് ശ്രദ്ധിക്കേണ്ടതാണ്. അതേസമയം തന്നെ RSIയുടെ കാര്യം, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്, അതെന്താ അവസ്ഥ? RSI ഇപ്പൊ 69.55 എന്ന് വെച്ചാൽ ഓവർബോട്ട് സോണിനോട് അടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരു ചൂടാവലിന്റെ സൂചനയുണ്ട് അല്ലേ? സാധാരണ RSI ഇത്രയും എത്തുമ്പോ ഒരു താൽക്കാലിക പിന്മാറ്റം കാണാറുണ്ട്. അതെ, അതും ഓർക്കണം. പിന്നെ കുറച്ചുനാൾ മുമ്പ് 25,260 ലെവലിൽ നിന്നൊരു വീഴ്ചയുണ്ടായതും ഈ റിപ്പോർട്ടിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ശരി, ആ ഒരു പശ്ചാത്തലം മനസ്സിൽ വെക്കണം. അതെ, ഇപ്പോഴത്തെ വില ഒരു കൺസോളിഡേഷൻ സോൺ ബ്രേക്ക് ചെയ്ത് നല്ല പച്ച കാൻഡിലുകളോടെ മുകളിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോ ഇന്നത്തെ ക്ലോസിംഗ് നാളത്തേക്കൊരു ബുള്ളിഷ് സൂചന തന്നെയാണ് നൽകുന്നത്. അപ്പോ റിപ്പോർട്ട് പ്രകാരം മാർക്കറ്റ് മുകളിലേക്ക് പോകാനാണ് സാധ്യതയെങ്കിൽ ഒരു ബുള്ളിഷ് ട്രേഡ് പ്ലാൻ അതെങ്ങനെയാണ്? ഓക്കെ, അപ്പോ 24,850 ആ ലെവലിന് മുകളിൽ വില സ്റ്റേബിൾ ആയി നിന്നാൽ, അതായത് ഒരു 15 മിനിറ്റ് കാൻഡിൽ നല്ല വോളിയത്തോടെ അവിടെ ക്ലോസ് ചെയ്താൽ ഒരു ലോങ് എൻട്രി നോക്കാമെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. 24,850 മുകളിൽ. ഓക്കെ, അങ്ങനെ ഒരു എൻട്രി എടുത്താൽ. പിന്നെ റിസ്ക് മാനേജ്മെന്റ്, സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കാനാണ് നിർദ്ദേശം? സ്റ്റോപ്പ് ലോസ് 24,795 താഴെ. 795 താഴെ. ടാർഗറ്റുകളോ എവിടെ വരെ പോകാം? ടാർഗറ്റുകൾ 24,920, പിന്നെ 24,980. നല്ല മൂവ്മെന്റ് കിട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ 25,020 വരെയും എത്താം. ഓക്കെ, ഇതിലൊരു കാര്യം, നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ആദ്യത്തെ മണിക്കൂറിൽ തന്നെ നല്ല വോളിയത്തോടെ ഈ ബ്രേക്ക്ഔട്ട് കിട്ടിയാൽ ഈ ടാർഗറ്റുകൾക്ക് സാധ്യത കൂടും. ശരി, അത് ബുള്ളിഷ് സൈഡ്. ഇനി മാർക്കറ്റ് താഴോട്ടാണ് വരുന്നതെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. ഒരു ബെയറിഷ് സാഹചര്യം വന്നാലോ? വരാം. അപ്പൊ റിപ്പോർട്ട് പറയുന്നത് 24,800 ആ ലെവലിന് താഴെ വില വരണം, എന്നിട്ട് അവിടെ ഒരു സ്ട്രോങ് ബെയറിഷ് എൻഗൾഫിംഗ് കാൻഡിൽ. ബെയറിഷ് എൻഗൾഫിംഗ്, അതായത് ആ വലിയ റെഡ് കാൻഡിൽ അല്ലേ? അതെ, തൊട്ടു മുമ്പത്തെ ഗ്രീൻ കാൻഡിലിനെ മുഴുവനായി കവർ ചെയ്യുന്ന ആ റെഡ് കാൻഡിൽ അങ്ങനെ ഒന്ന് രൂപപ്പെട്ടാൽ ഒരു ഷോർട്ട് എൻട്രി നോക്കാമെന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ സ്റ്റോപ്പ് ലോസും ടാർജറ്റുകളും. സ്റ്റോപ്പ് ലോസ് 24,830 മുകളിൽ വെക്കണം. ഓക്കെ, ടാർജറ്റുകൾ 24,720, പിന്നെ 24,660. ശരി. കുറച്ചുകൂടി അഗ്രസീവ് ആയിട്ടുള്ളവർക്ക് 24,600 വരെയും നോക്കാം. പക്ഷേ മാർക്കറ്റ് നാളെ വീക്കായി തുടങ്ങുകയോ അല്ലെങ്കിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ഒക്കെ ആണെങ്കിൽ ഈ താഴോട്ടുള്ള പ്ലാനിന് കൂടുതൽ സാധ്യതയുണ്ട്. ശരി. അപ്പോ നാളത്തേക്ക് പ്രധാനപ്പെട്ട വില നിലവാരങ്ങൾ, കീ ലെവൽസ്, അതൊന്ന് കൃത്യമായി പറഞ്ഞാൽ എവിടെയാണ് ഈ തടസ്സങ്ങളും താങ്ങുകളും വരാൻ സാധ്യത? പ്രധാന റെസിസ്റ്റൻസ്, അതായത് മുകളിലേക്കുള്ള തടസ്സം, അത് 24,850 880 ഇടയിലാണ് ആദ്യത്തേത്. 850 സോൺ. അതെ, അത് കടന്നാൽ പിന്നെ 25,000 25,040 ഇടയിൽ അടുത്ത റെസിസ്റ്റൻസ് വരാം. ഈ 25,000 ഒരു സൈക്കോളജിക്കൽ ലെവൽ കൂടിയാണ്, റൗണ്ട് നമ്പർ അല്ലേ? ശരിയാണ്, 25,000. അവിടെ ശ്രദ്ധ വേണം. സപ്പോർട്ടോ താഴോട്ട് വന്നാൽ എവിടെ പിടിച്ചു നിൽക്കാൻ സാധ്യതയുണ്ട്? താഴെയുള്ള സപ്പോർട്ട് വരുന്നത് 24,720 740 സോണിലാണ്. അത്യാവശ്യം ഭേദപ്പെട്ട ഒരു സപ്പോർട്ടാണത്. 720 740. അതെ, അത് ബ്രേക്ക് ചെയ്താൽ പിന്നെ കുറച്ചുകൂടി താഴെ 24,600 640 ഇടയിൽ ഒരു സ്ട്രോങ് ഡിമാൻഡ് സോൺ ഉണ്ടെന്നാണ് റിപ്പോർട്ട് കാണിക്കുന്നത്. ഓക്കെ, 600 640 നല്ലൊരു ഡിമാൻഡ് സോൺ വളരെ വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ നാളത്തേക്കുള്ള ഒരു തന്ത്രം, ഒരു ആക്ഷൻ പ്ലാൻ ഈ റിപ്പോർട്ട് വെച്ച് ചുരുക്കി പറഞ്ഞാൽ എന്തായിരിക്കും?
ഏറ്റവും പ്രധാനം നാളത്തെ ഓപ്പണിംഗ് റേഞ്ചാണ്. അതായത് ആദ്യത്തെ കുറച്ച് സമയത്തെ ഹൈയും ലോയും. ആ റേഞ്ച് എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു, അതിന്റെ കൂടെ നല്ല വോള്യൂം ഉണ്ടോ, ഇത് രണ്ടും നോക്കണം. ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക്ഔട്ടും വോള്യവും. അതെ. ഇനി ആദ്യത്തെ മണിക്കൂറിൽ വലിയ അനക്കമൊന്നും ഇല്ലെങ്കിൽ, ഒരു റേഞ്ചിനുള്ളിൽ കളിക്കുകയാണെങ്കിൽ ആ റേഞ്ച് ബ്രേക്ക് ചെയ്യാൻ കാത്തിരിക്കുന്നതാണ് നല്ലത്. ധൃതി പിടിക്കേണ്ട. ശരി. പിന്നെ ആ 25,000-ന്റെ അടുത്ത് എത്തുമ്പോൾ ഒരു വ്യക്തമായ ബ്രേക്ക്ഔട്ട് കൺഫർമേഷൻ കിട്ടാതെ ചാടിക്കേറി ലോങ് എടുക്കുന്നത് ഒഴിവാക്കണമെന്നും പറയുന്നുണ്ട്. ഓക്കെ, അതൊരു പ്രധാന മുന്നറിയിപ്പാണ്. നന്നായി. അപ്പോ നിഫ്റ്റി 50യുടെ ഇന്നത്തെ ഒരു വിലയിരുത്തൽ, പിന്നെ നാളത്തേക്കുള്ള സാധ്യതകൾ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്തു. പ്രധാന സപ്പോർട്ട്, റെസിസ്റ്റൻസ് ലെവലുകൾ, ബുള്ളിഷ് ബെയറിഷ് പ്ലാനുകൾ, ഇതൊക്കെ ശ്രദ്ധിക്കുമല്ലോ. അതെ, ഈ ടെക്നിക്കൽ ലെവൽസും സാധ്യതകളും മാർക്കറ്റിനെ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും എന്ന് കരുതുന്നു. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഇതൊക്കെ സാധ്യതകൾ മാത്രമാണ്. മാർക്കറ്റ് എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ പോകണമെന്നില്ല. തീർച്ചയായും അപ്രതീക്ഷിതമായ കാര്യങ്ങൾ സംഭവിക്കാം. റിസ്ക് മാനേജ്മെന്റ് അതുകൊണ്ട് വളരെ പ്രധാനമാണ്. ഇനി നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി. ഈ ടെക്നിക്കൽ ലെവലുകൾക്കപ്പുറം വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നാളത്തെ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ? ഉണ്ടാവാം. ഒരുപക്ഷെ എന്തെങ്കിലും പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ എന്തെങ്കിലും വലിയ മാറ്റങ്ങൾ. അത്തരം കാര്യങ്ങൾ നമ്മൾ ഈ പ്ലാൻ ചെയ്ത ലെവലുകളെ എങ്ങനെ ബാധിക്കാം, അതുകൂടി ഒന്ന് ചിന്തിക്കുന്നത് ഒരുപക്ഷെ നല്ലതായിരിക്കും. ശരിയാണ്. മാർക്കറ്റ് ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. അതെ. അപ്പോ അടുത്ത വിശകലനവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി. നന്ദി.